ഹായ് ഓൾ. നമ്മൾ ടോപ്പോളജിയിൽ കണ്ടിന്യൂസ് ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഫങ്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ടോപ്പോളജിയിൽ നമുക്ക് നോർമലി ഫങ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ അറിയാമല്ലേ? റിയൽ അനാലിസിസിൽ ടോപ്പോളജിക്കലി ഉള്ള ഡെഫിനേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റിയൽ അനാലിസിസിൽ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ എന്താണ്? എഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, ഫ്രം എ ടു ആർ. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ എയിൽ സ്മോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ ആവുമ്പോഴെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എയുടെ മോഡ്ലെസ് എന്തായിരിക്കണം? എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? റിയൽ അനാലിസിസിൽ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഫോർ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ, എഫ് ഇസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എ ഇൻ എ. എപ്പോഴാണ്? ഇഫ് ഫോർ എവറി പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a പോസിറ്റീവ് നമ്പർ ഡെൽറ്റ സച്ച് ദാറ്റ് if mod x minus a less than delta then f of x minus f of a മോഡുലസും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇത് നമ്മൾ റിയൽ അനാലിസിസിൽ പഠിക്കുന്ന കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനാണ്. ഇനി നമ്മൾ ടോപ്പോളജിക്കലി മെട്രിക് സ്പേസസിൻ്റെ കാര്യത്തിൽ, റിയൽ അനാലിസിസിൽ നമ്മൾ റിയൽ സ്പേസിലെ മാത്രം കാര്യമാണെന്ന് പറഞ്ഞാൽ ആറിലെ കാര്യം, ആർ എ എന്ന് പറയുന്നത് ആറിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ ആറിലെ കാര്യമാണ് പറഞ്ഞത്, റിയൽ സ്പേസിലെ കാര്യമാണ്. ഇനി ഇൻ ജനറൽ ഏത് മെട്രിക് സ്പേസ് എടുത്താലും, ആറല്ലാതെ ഏത് മെട്രിക് സ്പേസ് എടുത്താലുമുള്ള ടോപ്പോളജിക്കൽ കണ്ടിന്യൂറ്റി, ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്നത്? ഏതൊരു മെട്രിക് സ്പേസിൻ്റെ കാര്യം എടുത്താലും ഇൻ ജനറലായിട്ട് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്? നമുക്കൊരു ഫംഗ്ഷൻ എടുക്കാം, എഫ് ഫ്രം എക്സ് ടു വൈ. ഇവിടെ എക്സും വൈയും ആരാണെന്ന് അറിയാമോ? എക്സും വൈ രണ്ട് സെറ്റാണ്. ആൻഡ് എക്സ് ഡി എന്ന് പറയുന്നതും വൈ ഡി ഡാഷ് എന്ന് പറയുന്നതും രണ്ട് മെട്രിക് സ്പേസസ് ആണെന്നിരിക്കട്ടെ. ദേ ആർ ടു മെട്രിക് സ്പേസസ്. ഓക്കെ, അപ്പോൾ എക്സ് ഡിയും വൈ ഡി ഡാഷും രണ്ട് മെട്രിക് സ്പേസസ് ആണ്. എഫ് ഫ്രം എക്സ് ടു വൈ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. നമ്മൾ എഫ് കണ്ടിന്യൂസ് അറ്റ് എയുടെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. വെൻ ഇസ് എഫ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എഫ് കണ്ടിന്യൂസ് അറ്റ് എ ഇൻ എക്സ് ആവുന്നത് എപ്പോഴാണ്? എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നത് എന്താണ്? ലെറ്റ് എക്സ് ഡി ആൻഡ് വൈ ഡി ഡാഷ് ബി മെട്രിക് സ്പേസസ് ആൻഡ് എഫ് ഫ്രം എക്സ് ടു വൈ ബി എ ഫംഗ്ഷൻ. Then f is continuous at x in a. F is continuous at a in x if for each positive number epsilon. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്തുണ്ടാവണം? ദർ കറസ്പോണ്ടിങ്ലി ആർ എക്സിസ്റ്റ് ചെയ്യണം. ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എക്സ് ഫോർ എനി എക്സ് ഇൻ എക്സ് നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ നേരത്തെ പറഞ്ഞത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് എന്താണ്? ഫോർ മോഡുലസ് എക്സ് മൈനസ് എയുടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? റിയൽ ആക്സസിനകത്ത്, റിയൽ ലൈനകത്ത് ഇത് എക്സും ഇത് എയും ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് എ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മോഡ് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലെങ്ത് ബിറ്റ്വീൻ എക്സ് ആൻഡ് എ അല്ലേ? ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മോഡ് എക്സ് മൈനസ് എ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മെട്രിക് സ്പേസിലും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഡ്ലെസ് അല്ല. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഫോർ എനി പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എന്ത്? സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എ, സച്ച് ദാറ്റ് if distance between x and a is less than delta then അടുത്തൊരു മോഡുലസ് പറയുന്നുണ്ട്, അതിന് നമുക്കിവിടെ എന്താ പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എ ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ ഡി ഡാഷിന് കൊടുക്കുക ഡിസ്റ്റൻസിൽ. കാരണം ഇത് നമ്മുടെ ഡൊമൈനിൽ എക്സിൻ്റെ മെട്രിക്കായ ഡിയിലാണ്, ഡി ആണ് നമ്മുടെ അടുത്ത ഡിസ്റ്റൻസ്. പക്ഷേ വൈയുടെ മെട്രിക്കാരാണ് ഡി ഡാഷാണ്. സോ റേഞ്ചിൻ്റെ മെട്രിക് സ്പേസ് റേഞ്ചിനകത്ത് ഡിസ്റ്റൻസ് ആരാണ്? ഡി ഡാഷ് ആണ്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ എന്താണ്? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണ്? എ ഇൻ എക്സിൽ കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ
ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അവിടെ എന്തുണ്ടാവണം? അവിടെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ് ചെയ്യണം. എന്താണ് പ്രത്യേകത? ഈ സെറ്റ് നമ്മുടെ എക്സിനകത്തുനിന്നുള്ള ഒരു പോയിന്റ് സ്മോൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്മോൾ എക്സും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആവുമ്പോഴെല്ലാം എന്ത് സംഭവിക്കണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എ ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ. ഇതാണ് ഡെഫിനിഷൻ. ഓക്കെ, ഞാൻ ഇനി കണ്ടിന്യൂറ്റിയുടെ ഒരു കണ്ടീഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമ്മുടെ വീഡിയോ കണ്ടിന്യൂറ്റിയുടെ ഒരു കണ്ടീഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ളൊരു ഫങ്ഷനാണ്. എക്സ് എന്ന് പറയുന്നത് എക്സ് ടി എന്ന് പറയുന്ന മെട്രിക് സ്പേസിലെ സെറ്റാണ്. വൈ എന്ന് പറയുന്ന വൈ ഡി ഡാഷ്, വൈ ഒരു സെറ്റാണ്, വൈ ഡി ഡാഷ് വേറൊരു മെട്രിക് സ്പേസാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യാപിറ്റൽ എക്സിലെ ഏതൊരു sequence xn such that n is equal to sequence xn from n is equal to 1 to infinity converges to a. Whenever sequence xn converges to a, എന്ത് സംഭവിക്കണം? sequence f of xn must converge to f of a. എന്താണ് കണ്ടിന്യൂറ്റിയുടെ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ? എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് sequence xn converges to a, then sequence f of xn converges to f of a. എന്താണ്? എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, എയിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ സീക്വൻസ് എക്സൻ എയിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ സീക്വൻസ് എഫ് ഓഫ് എക്സിനും എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? എഫ് ഓഫ് എയിലേക്ക് കൺവേർജ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തെടുക്കാം? എഫ് കണ്ടിന്യൂസ് ആണെന്നും സീക്വൻസ് എക്സൻ എയിലേക്ക് കൺവേർജ് ചെയ്യുമെന്നും എടുത്തിട്ട് സീക്വൻസ് എഫ് ഓഫ് എക്സൻ ഷുവർലി കൺവേർജസ് ടു എഫ് ഓഫ് എ തെളിയിക്കാം. ഓക്കെ, അപ്പോൾ ഫോർ ദ പ്രൂഫ് നമുക്ക് എങ്ങനെ പ്രൂഫ് തെളിയിക്കാം? ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് അറ്റ് എ. എഫ് എന്ന് പറയുന്നത് എവിടെ കണ്ടിന്യൂസ് ആണെന്നിരിക്കട്ടെ? എയിൽ കണ്ടിന്യൂസ് ആണെന്നിരിക്കട്ടെ. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് അറ്റ് എ. എഫ് എയിൽ കണ്ടിന്യൂസ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഒരു കണ്ടീഷനും കൂടെ ഉണ്ടല്ലോ, സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ കാര്യം കൂടെ പറയാം. എന്താണ്? ആൻഡ് ലെറ്റ് സീക്വൻസ് എക്സൻ കൺവേർജസ് ടു. എഫ് എയിൽ കണ്ടിന്യൂസ് ആണ്, സീക്വൻസ് എക്സൻ എയിലേക്ക് കൺവേർജ് ചെയ്യുന്നത് അസ്യൂം ചെയ്യാം. സപ്പോസിഷൻസ് ആണ്. എന്ത് പ്രൂവ് ചെയ്യണം? സീക്വൻസ് എഫ് ഓഫ് എക്സൻ കൺവേർജസ് ടു എഫ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്കറിയാം, നമ്മളൊരു എപ്സിലോൺ എടുക്കുകയാണ്. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി എ പോസിറ്റീവ് നമ്പർ. ലെറ്റ് എപ്സിലോൺ ബി എ പോസിറ്റീവ് നമ്പർ. എപ്സിലോൺ ഒരു പോസിറ്റീവ് നമ്പർ എടുക്കുക, അതായത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുക. എഫ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ വെച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കാണും. സച്ച് ദാറ്റ് ഇഫ് ഡി ഓഫ് എക്സ് എ എക്സ് കോമ എ ലെസ് ദാൻ ഡെൽറ്റ വിച്ച് ഇംപ്ലൈസ് ഡി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് എ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ അത് അപ്ലൈ ചെയ്യുമ്പോൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സിൻസ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എഫ് എയിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എപ്സിലോൺ എന്ന് പറയുന്നൊരു പോസിറ്റീവ് നമ്പർ എടുത്താൽ എഫ് എയിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എങ്ങനെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എ, ഡി ഓഫ് എക്സ് ആൻഡ് എ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് എന്ത് ഇംപ്ലൈസ് ചെയ്യുന്നു? ഡി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എ ലെസ് ദാൻ എപ്സിലോൺ. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ വെച്ച് ഷുവർ കേസാണ് ഇത് ഇംപ്ലൈ ചെയ്യും അല്ലേ? സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എ, നമ്മളിനി ഒരു സപ്പോസിറ്റീവും കൂടെ എടുത്തിട്ടുണ്ട്, എക്സ് എൻ കൺവേർജസ് ടു എ എന്ന്. അപ്പോൾ സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എൻ എയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എ there exists a positive കൺവേർജൻസിൻ്റെ ഡെഫിനേഷനാണ്. there exists a positive integer capital N. എന്താണ് കൺവേർജൻസിൻ്റെ ഡെഫിനേഷൻ നോർമലി പറയുന്നത്? എക്സ് എൻ എയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാരിയർ, ഒരു ലിമിറ്റ്, ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എൻ എന്താണ് പ്രത്യേകത? ആ എന്നിന് ശേഷമുള്ള എല്ലാ സ്മോൾ എന്നുകളിലും ഈ സീക്വൻസിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകും? എക്സ് എന്നിൻ്റെ വാല്യൂ ഇതിലേക്ക് പോകും. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് എൻ ആൻഡ് എ ഇസ് ലെസ് ദാൻ ഡെൽറ്റ അല്ലേ?
എന്താണ് കൺവേർജൻസ് പറയുന്നത്? നമുക്കറിയാം സീക്വൻസ് എക്സ് ആൻഡ് കൺവേർജസ് ടു എ, അതാണ് നമ്മുടെ സപ്പോസിഷൻ. അപ്പോൾ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ വെച്ച് ദെയർ എക്സിസ്റ്റ് എ പോസിറ്റീവ് ഇൻറ്റിജർ ക്യാപിറ്റൽ എൻ സച്ച് ദാറ്റ് ഫോർ ഓൾ സ്മോൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഡി ഓഫ് എക്സ് എൻ എ എന്തായിരിക്കും? വിൽ ബി ലെസ് ദാൻ ഡെൽറ്റ. അത് കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ റെഫർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോർ ഓൾ സ്മോൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എ ഈസ് ലെസ് ദാൻ ഡെൽറ്റ അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി വെച്ച് പറഞ്ഞു, എപ്പോഴെല്ലാം ഡി ഓഫ് എക്സ് എൻ കോമ എ ലെസ് ദാൻ ഡെൽറ്റ ആകുന്നോ അപ്പോഴെല്ലാം ഡി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് എ എന്താകുന്നു? ലെസ് ദാൻ എപ്സിലോൺ ആകുന്നു. എപ്പോഴൊക്കെ എക്സ് എൻ കോമ എയുടെ ഡിസ്റ്റൻസ് ഡെൽറ്റയെ ചെറുതാവുന്നു അപ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് എൻ്റെ എഫ് ഓഫ് എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആകും. ഇവിടെ നമ്മൾ കണ്ടു ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ഇത് സംഭവിക്കും, കാരണം കൺവേർജൻസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ താഴെ എന്ത് പറയാം? ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ഡി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ കോമ എഫ് ഓഫ് എ എന്തായിരിക്കും? ഷുവർലി വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, അപ്പം നമ്മുടെ കൺവേർജൻസ് വെച്ചിട്ടുള്ള ഡെൽറ്റയുടെ ചോയ്സ് എന്ത് ഇൻഷുർ ചെയ്യുന്നുണ്ട്? ഇറ്റ് ഇൻഷുവേഴ്സ് ദാറ്റ് ഡി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ. അപ്പോൾ ഏതൊരു എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ എടുത്താലും ഡി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് കോമ എഫ് ഓഫ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എൻ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് എ അല്ലേ? ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം എഫ് ഓഫ് എക്സും എഫ് ഓഫ് എയും നമ്മളുടെ ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഓഫ് എക്സും കൺവേർജസ് ടു എഫ് ഓഫ് എ. നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇൻവേഴ്സ് പാർട്ട് കഴിഞ്ഞു, ഇംപ്ലൈസ് പാർട്ട് കഴിഞ്ഞു. എന്താണ്? എഫ് കണ്ടിന്യൂസ് ആണെന്ന് എടുത്തു, സീക്വൻസ് എക്സ് ആൻഡ് കൺവേർജസ് ടു എ ആയിട്ട് എടുത്തു. നൗ വി ഹാവ് പ്രൂവ് ദാറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് കൺവേർജസ് ടു എഫ് ഓഫ് എ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? തിരിച്ചിട്ടുള്ള പാർട്ട്, അതായത് എഫ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ സീക്വൻസ് എക്സ് ആൻഡ് കൺവേർജസ് ടു എ ആയാൽ പോലും സീക്വൻസ് എഫ് ഓഫ് എക്സ് ആൻഡ് കൺവേർജസ് ടു എഫ് ഓഫ് എ ആവില്ല. അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല എന്നെടുക്കുക. സപ്പോസ് എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ്, സപ്പോസ് എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എ. എഫ് എന്ന് പറയുന്നത് എയിൽ കണ്ടിന്യൂസ് അല്ല. എഫ് എന്ന് പറയുന്നത് എയിൽ കണ്ടിന്യൂസ് അല്ല എങ്കിൽ എന്ത് പറയാം? ഇഫ് എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ എവിടെയോ എന്ത് സംഭവിക്കുന്നുണ്ട്? കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ വയലേറ്റ് ആവുന്നുണ്ട്. എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എവിടെയോ വയലേറ്റ് ആവുന്നുണ്ട്. അതായത് ഏതോ ഒരു പോസിറ്റീവ് നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെയർ ഈസ് എ പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ്, എന്ത് പ്രോപ്പർട്ടി ഉള്ളത്? ഇഫ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 then there is an x delta, ഒരു എക്സ് ഡെൽറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു എക്സ് ഉണ്ടാവും, സച്ച് ദാറ്റ് ഡി ഓഫ് എക്സ് എൻ എ അഥവാ ഡി ഓഫ് എക്സ് ഡെൽറ്റ, ഞാനിവിടെ എക്സ് ഡെൽറ്റ എന്നല്ലേ വിളിച്ചത്, എക്സ് ഡെൽറ്റ എ ലെസ് ദാൻ ഡെൽറ്റ ബട്ട് എന്തല്ല, ബട്ട് ഡി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സ്. എന്താ പറയുന്നത്? നമുക്ക് എവിടെയോ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് നമ്മൾ എഴുതിയത്? എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എന്ന് എഴുതിയത്. എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് എഴുതുമ്പോൾ ദെയർ എക്സിസ്റ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഡെൽറ്റ എങ്കിലും ഉണ്ടാവും, സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആയാൽ പോലും എഫ് ഓഫ് എക്സും എഫ് ഓഫ് എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണേക്കാൾ ചെറുതാവുന്നതിന് പകരം എപ്സിലോണേക്കാട്ടിയും വലുതോ ഈക്വൽ ആവുന്ന രീതിയിൽ, അതായത് കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സ് എങ്കിലും ഉണ്ടാവുന്ന എപ്സിലോൺസ് കാണും. ഇൻ പർട്ടിക്കുലർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏതൊരു പോസിറ്റീവ് നമ്പർ എടുത്താലും അതേപോലെ ഒരു എക്സ് എങ്കിലും ഒരു എക്സ് വാല്യൂ എങ്കിലും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇൻ പർട്ടിക്കുലർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെയർ ഇസ് സച്ച് എ പോയിൻറ്റ് എക്സ് എൻ ഫോർ ദ റെസിപ്രോക്കൽ 1/n ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റിജർ എൻ. ഏത് പോസിറ്റീവ് ഇൻറ്റിജർ എൻ എടുത്താലും 1/n നമ്മൾ നമ്മുടെ ഡെൽറ്റയുടെ സ്ഥാനത്ത് എടുക്കുകയാണെങ്കിൽ, ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ എൻ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ 1/n അപ്പോൾ പോസിറ്റീവ് ആയിരിക്കുമല്ലോ, സ്മോൾ പോസിറ്റീവ് വാല്യൂസ് ആണ്. ഏതൊരു 1/n's ഏതൊരു പോസിറ്റീവ് വാല്യൂസ് 1/n's എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സൻ എങ്കിലും ഉണ്ടാവും. എങ്ങനെയുള്ളത്? ഡി ഓഫ്
എക്സ് എൻ എ എന്ന് പറയുന്നത് ലെസ് ദാൻ 1/n ആണെങ്കിൽ പോലും ഡി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആവുന്ന തരത്തിൽ. ഓക്കെ, അതായത് ദിസ് ഷോസ് ദാറ്റ് എന്ത് ഷോ ചെയ്യുന്നു? സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എ ആണെങ്കിൽ പോലും എഫ് കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് തന്നെ സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ എന്ത് ചെയ്യുന്നില്ല? സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് എ. അപ്പം നമുക്ക് എന്ത് പ്രൂവ് ആയി? നമ്മുടെ എഫിൻ്റെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അല്ലാതെ തന്നെ ഒരു ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ അതിൻ്റെ ഡൊമൈനിലുള്ള ഏതൊരു സീക്വൻസും എക്സ് എൻ എടുത്താലും ഇഫ് സീക്വൻസ് എക്സ് എൻ ഇസ് കൺവേർജിങ് ടു എഫ് ഓഫ് എ, വി മസ്റ്റ് ഹാവ് സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജിങ് ടു എഫ് ഓഫ് എ. എന്നാൽ മാത്രമേ എഫിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.